എന്താണെന്നറിയത്തില്ല. 2025 ഡിസംബർ ആരംഭിച്ചത് എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കാൻ തുടങ്ങി. ഈ വർഷം യേശു ഇച്ചിരി നേരത്തെ ജനിച്ചോ എന്ന് തോന്നുമാറി എല്ലാവരും ജാതി മത വർണ്ണ ഭേദമന്യേ എല്ലാവരുടെയും ഉള്ളിൽ ആ ക്രിസ്മസിൻ്റെ ഒരു ആഘോഷം അലയടിച്ചിരുന്നു. ലൈറ്റിക്സും തണ്ടറിങ്ങും ഒക്കെ ആയിട്ട് നിൽക്കുന്ന, അതിനോടൊപ്പം തന്നെ ന്യൂ ഇയർ വന്നു ചേരുന്ന നല്ലൊരു ആവേശം കൊള്ളിക്കുന്ന ഒരു മാസമാണ് ഡിസംബർ എന്ന് പറയുന്ന മാസം. ഞങ്ങൾ പെന്തക്കോസ്തുകാർ ക്രിസ്മസ് ആഘോഷിക്കാറില്ല എങ്കിലും ക്രിസ്മസ് ദിവസം എന്ന് പറയുന്ന ഒരു പൊതു അവധി ആയതുകൊണ്ട് പ്രാർത്ഥനയൊക്കെ ഞങ്ങളുടെ സഭകളിലും സെറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ അന്ന് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചാണെന്നുള്ളത് ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് അന്ന് തന്നെ അത് പ്രസംഗിക്കുന്നത് എന്ന് ഒരു സംശയം ഇല്ലാതിരുന്നിട്ടില്ല. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്ന, ആദ്യത്തെ അവൻ്റെ തോളിലിരിക്കുമെന്ന് തുടങ്ങി ആരംഭിക്കുന്ന ആ പ്രസംഗം പിന്നെ അവസാനിക്കുന്ന നക്ഷത്രം കണ്ടതോടെ അത്യന്തം സന്തോഷിച്ചു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം എന്നൊക്കെ പറഞ്ഞ് ആശീർവാദം പറഞ്ഞു വിടുന്ന ഒരു കാഴ്ച ഞങ്ങളും കണ്ടിട്ടുണ്ട്. യേശു ജനിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെങ്കിൽ എന്ന് ജനിച്ചു? ഡിസംബർ 25 തന്നെ ജനിച്ചു എന്നുള്ളത് ദൈവവചനത്തിൽ അതിനൊരു എവിഡൻസ് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്ന ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ശരി, ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മുടെ ഉള്ളിൽ വരുന്ന ചില വികാരങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില ഓർമ്മകളുണ്ട്. ചുമപ്പും വെള്ളയും ചേർന്ന ചില ഡ്രസ്സുകൾ, പിന്നെ പ്ലം കേക്ക്, പിന്നെ ബിയറിൻ്റെ സീസണാണെന്നല്ലോ അത്, പിന്നെ 5 കാലുള്ള നക്ഷത്രങ്ങൾ എന്ന് വേണ്ട അങ്ങനെയുള്ള ചില ഓർമ്മകളാണ് നമ്മുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കത് അനുഭവമുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ, ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു പാട്ടുണ്ട്. സാധാരണയായി പണ്ട് മുതലേ ഇപ്പോഴും മരിക്കാത്ത ഒരു ഓർമ്മയുള്ള നല്ലൊരു പാട്ട്. ഇങ്ങനെ സമാധാനവും സന്തോഷവും ശാന്തിയും പരത്തുന്ന നല്ലൊരു സീസണിൽ ചില വേദനിപ്പിക്കുന്ന കാഴ്ചകളും കണ്ടു. അതും നിങ്ങളോടൊന്ന് പങ്കുവെച്ചുകൊള്ളട്ടെ. ക്രിസ്മസ് ആഘോഷിക്കരുതെന്ന് പറഞ്ഞ് മധ്യപ്രദേശിലെ ഒരു BJP നേതാവ് അന്ധയായ ഒരു സ്ത്രീക്ക് നേരെ വാക്കേറ്റം നടത്തുന്നു. യേശുവിന്റെ ജനനത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് ഒരു യുവാവ് ഒരു പാസ്റ്റർക്ക് നേരെ നടത്തുന്ന വാഗ്വാദങ്ങൾ. जीसस क्राइस्ट को पैदा करने वाला मदर मैरी कैसे प्रेग्नेंट हुई थी बताओ? आई एम वेटिंग, जरी नहीं है फिर भी बोल रहा हूँ भैया। जीसस क्राइस्ट कैसे पैदा हुआ था बताओ? पवित्र आत्मा के द्वारा। अरे तू बिना अफसेस के बच्चा पैदा कर सकता है? ഈ ദേശത്ത് ക്രിസ്തുവിനെ ആവശ്യമല്ല, ഇവിടെ ക്രിസ്ത്യാനികളുടെ യാതൊന്നും വിൽക്കരുതെന്ന് പറഞ്ഞ് എതിർക്കുന്ന മറ്റു ചിലർ. अरे ये नहीं बेच सकते आप, ये जगन्नाथ देश है, जगन्नाथ चलेगा, ये सब नहीं चलेगा इधर। इसको तुरंत भर्ती करो, भागो, तुरंत भर्ती करो, भागो। അതിനെക്കുറിച്ചുള്ള മറുനാടൻ ചാനലിന്റെ അഭിപ്രായം ഇങ്ങനെ: കേരളത്തിൽ ക്രൈസ്തവരുമായി നല്ല ബന്ധത്തിൽ പോവാൻ BJP പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും BJP ക്രൈസ്തവ വിരുദ്ധമാണ്. ക്രൈസ്തവർ വഞ്ചിക്കപ്പെടും, അതുകൊണ്ട് അവരോട് അകലം പാലിക്കണം എന്ന പ്രചരണം മറുഭാഗത്ത് ശക്തമാണ്. ഈ 3 വീഡിയോ ദൃശ്യങ്ങളും വളരെ ആശങ്ക ഉണർത്തുന്നതും ക്രൈസ്തവർ ആകുലപ്പെടുന്നതുമാണ്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇതിന് തടയിടാൻ BJP RSS നേതൃത്വം എന്ത് ചെയ്യുന്നു എന്ന് ഉത്തരം പറയേണ്ടതുണ്ട്. എത്ര വിശദീകരണം തന്നാലും ശരി, കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഈ കൂട്ടരെ വിശ്വസിക്കാൻ ഇച്ചിരി മടിക്കും. കാരണം ആദ്യമേ അവരെ വശീകരിച്ച് അവരുടെ വിശ്വാസം കയ്യിലെടുത്ത് പക്ഷത്താക്കുക, എന്നിട്ട് അവരുടെ സ്വന്തം അധികാരത്തിൽ നിന്നുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു അജണ്ട എന്നുള്ളത് ഏത് ക്രിസ്ത്യാനിക്കും, പ്രത്യേകിച്ചും കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് നന്നായിട്ടറിയാം. എന്നാൽ മുഴുവൻ ഇന്ത്യയും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. ഈ മഹാരാജ്യം ഇന്ന് ആസ്വദിക്കുന്ന സകലവിധ നന്മകൾക്കും നിങ്ങൾ പ്രത്യക്ഷമോ പരോക്ഷമായി കടപ്പെട്ടിരിക്കുന്നത് ഈ വിശുദ്ധ ബൈബിളിനോടാണ്. ഈ ബൈബിളും അനുബന്ധ തത്വസംഹിതകളും ഈ രാജ്യത്ത് വന്നിരുന്നില്ല എങ്കിൽ രാജ്യം ഗുരുതരമായ അന്ധതയിൽ, അജ്ഞതയിൽ വിളയാടുമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അത് കുറെ കൂടി ഗൗരവത്തോടെ ഞാൻ ബോധ്യപ്പെടുത്തിയാൽ, സുവിശേഷം ഇന്ത്യ മഹാരാജ്യത്തിൽ വന്നത് ഈ രാജ്യത്തെ ജ്വലനാത്മകമാക്കി ശക്തിപ്പെടുത്തി.
അതുകൊണ്ട് ക്രിസ്ത്യാനികളെ മിണ്ടാതെയാക്കി സുവിശേഷത്തെ എതിർത്ത് ദൈവവചനത്തെ കത്തിച്ച് കളഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് രാത്രിയിൽ ലൈറ്റ് സ്വിച്ച് ഓഫ് ചെയ്യുന്നത് പോലെ തന്നെ മുഴുവൻ ഇന്ത്യയും ഇരുട്ടിലായി തീരും. കാരണം യേശുവാണ് സത്യം, യേശുവാണ് വെളിച്ചം. വേദനിപ്പിക്കുന്ന കാഴ്ചകളോടൊപ്പം തന്നെ ചില രസിപ്പിക്കുന്ന, ചില സന്തോഷിപ്പിക്കുന്ന, സമാധാനം തരുന്ന ചില കാഴ്ചകളും ഞങ്ങൾ കണ്ടു കേട്ടോ. അന്ധരായ ചില കുട്ടികൾ, അവർക്ക് ഷോ ഓഫിന് വേണ്ടിയിട്ടല്ല, ആരുടെയും പ്രശംസ പിടിച്ചു പറ്റുവാനല്ല, ആരുടെയും മുമ്പിൽ ഷൈൻ ചെയ്യാനായിട്ടല്ല, തികച്ചും ക്രിസ്തുവിൻ്റെ സന്തോഷം, ക്രിസ്തുവിൻ്റെ സമാധാനം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് ചുറ്റും നിൽക്കുന്നവർക്ക് സമാധാനം വിളിച്ചു പാടുന്ന ചില കുട്ടികളുടെ പാട്ട്. ഈ ക്രിസ്മസ് എന്താണെന്ന് നമ്മുടെ ചുറ്റും നിൽക്കുന്ന ചില ആൾക്കാരോട് ചോദിച്ചാൽ അവർ തരുന്ന മറുപടി നമുക്കൊന്ന് കേൾക്കാം. ക്രിസ്മസിന് ജീസസ് ജനിച്ചു. ഓക്കെ. പിന്നെ സാന്താക്ലോസ് വരും. പിന്നെ അത്രയൊക്കെ തന്നെ. അത്രേ അറിയുള്ളൂ. ഇവിടെ വൈൻ, എന്തൊക്കെ അറിയാം? പ്ലം കേക്ക്. പ്ലം കേക്ക് ഉണ്ട്. പിന്നെ വൈൻ. വൈൻ ഉണ്ട്. ക്രിസ്മസ് എന്താണ്? അടിപൊളിയാണ്. എൻ്റെ പേര് പോള്. ഒരു ഡൗട്ട് ഉണ്ട്, ഉണ്ണീഷു അന്ന് തന്നെയാണോ പിറന്നത് ശരിക്കും? അതിപ്പോ ബൈബിളൊക്കെ അങ്ങനെ പറയുന്നു, നമുക്ക് അത്രേ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ. ക്രിസ്മസിനെ കുറിച്ച് എന്നെ അറിയാൻ. എന്തൊക്കെ അറിയാം? ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ക്രിസ്മസ് നല്ലൊരു ക്രിസ്മസ് ആണ്. ഒരുപാട് സ്റ്റാറുകളുണ്ടാവും. സ്റ്റാർസ് ഒരുപാടുണ്ടാവും. ചേട്ടന് എന്താ അറിയാം ക്രിസ്മസിനെ കുറിച്ചിട്ട്? ക്രിസ്മസിനെ കുറിച്ച് ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു ആണ്. ക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ അല്ല. ക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ അല്ല. ഇന്ത്യക്ക് ഇന്ത്യയുടേതായ സംസ്കാരമുണ്ട്, ഇവിടുത്തെ ദൈവങ്ങളുണ്ട്. ക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് പുറത്തുള്ളൊരു രാജ്യത്തിലെ ഈശ്വരനാണ്. ക്രിസ്മസ് എന്താണെന്നുള്ളത് പകുതിയിൽ കൂടുതൽ ആൾക്കാർക്കും അറിഞ്ഞുകൂടാ. എന്നിട്ടും ഈ ക്രിസ്മസിനെ എതിർക്കുന്നു, അല്ലെങ്കിൽ ക്രിസ്തു മാർഗത്തെ തടയുന്നു. ക്രിസ്ത്യാനികളുടെ എതിർപ്പ്, വിദ്വേഷം എന്ന് വേണ്ട പക എല്ലാം കൂടെ കൂട്ടിവെച്ച് ക്രിസ്ത്യാനികളെ തകർത്ത് കളയുക എന്നുള്ള ഉദ്ദേശത്തോടെ മാത്രം ചില ആൾക്കാർ എഴുന്നേറ്റ് നിൽക്കുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ബലഹീനതയിൽ യേശു ക്രൂശിക്കപ്പെട്ടു. കോടാനുകൂടി സൈന്യത്തെ ഇറക്കുവാൻ ശക്തിയുള്ള കർത്താവ് യേശു ക്രിസ്തു. എന്നിട്ടും റോമൻ പടയാളികളുടെ മുമ്പിൽ മിണ്ടാതിരിക്കുന്നു. ആ നഷ്ടം സഹിച്ചുകൊണ്ട് സ്വയം ബലഹീനം സമ്മതിച്ചുകൊണ്ട് ക്രൂശിലേക്ക് കയറി. എന്നതുപോലെ തന്നെ ഞങ്ങൾക്കും പവറും അല്ലെങ്കിൽ മണിയും സ്വാധീനമൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, മറിച്ച് ഞങ്ങളും അത് തന്നെയാണ് ചെയ്യുന്നത്. മിണ്ടാതെ ഇരിക്കുക, മിണ്ടാതെ ഞാൻ ദൈവം അറിഞ്ഞുകൊള്ളുക. അല്ലെങ്കിൽ യുദ്ധം യഹോവയ്ക്കുള്ളത്, പ്രതികാരം അത് ദൈവത്തിനുള്ളതാണ്. അതേ ശാന്തതയും സമാധാനവും പരത്തി ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ചെയ്യുവാനുള്ളതും അറിയാവുന്നതും ഒരേ ഒരു കാര്യം, താരത്തൊഴിക കണ്ണുനീട്ടുവാൻ